സംഖ്യാപുസ്തകം അധ്യായം 10 സീനായിൽ നിന്ന് പുറപ്പെടുന്നു. 2-ാം വർഷം 2-ാം മാസം 20-ാം ദിവസം സാക്ഷ്യകൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം ഉയർന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായി മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്ന് നിന്നു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യൂദാഗോത്രം ഗണങ്ങളായി പതാകയുമേന്തി ആദ്യം പുറപ്പെട്ടു. അമിനാദാബിൻ്റെ മകൻ നഹ്ശോനായിരുന്നു അവരുടെ നായകൻ. ഇസാഖർ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് സുവാറിൻ്റെ മകൻ നെതനേൽ ആണ്. സെബുലൂൺ ഗോത്രത്തെ നയിച്ചത് ഹേലോനിൻ്റെ പുത്രൻ ഏലിയാബ് ആകുന്നു. കൂടാരം അഴിച്ചിറക്കിയപ്പോൾ ഗർഷോൻ്റെയും മെറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. ഷെദയൂറിൻ്റെ മകൻ എലിസൂർ അവരുടെ മുമ്പിൽ നടന്നു. ശിമയോൻ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് സുരിഷധായിയുടെ മകൻ ഷെലുമിയേൽ ആണ്. ഗാദ് ഗോത്രത്തെ നയിച്ചത് റൗവേലിൻ്റെ മകൻ എലിയാസാഫ് അത്രേ. അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കോഹാത്തിൻ്റെ പുത്രന്മാർ പുറപ്പെട്ടു. അവർ എത്തുന്നതിനു മുമ്പ് സാക്ഷ്യകൂടാരം സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എഫ്രായിം ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. അവരുടെ നായകൻ അമിഹൂദിൻ്റെ മകൻ എലിഷാമ ആയിരുന്നു. മനാസെ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് പെദാസൂറിൻ്റെ മകൻ ഗമാലിയേൽ ആണ്. ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിദയോനിയുടെ മകൻ അബിദാൻ. ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിൻനിരയായി പുറപ്പെട്ടു. അമിഷദായിയുടെ മകൻ അഹിയേസർ അവരുടെ മുമ്പിൽ നടന്നു. ആഷേർ ഗോത്രത്തിൻ്റെ മുമ്പിൽ നടന്നത് ഒക്രാന്റെ മകൻ പഗിയേൽ ആണ്. നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാന്റെ മകൻ അഹീറ. അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത്. തൻ്റെ അമ്മായിയപ്പനായ മിദിയാൻകാരൻ റൗവേലിൻ്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എൻ്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയം അടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്കു ലഭിക്കും. അവർ കർത്താവിൻ്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. അവർക്ക് ഒരു വിശ്രമ സ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാന പേടകം അവരുടെ മുൻപിൽ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിൻ്റെ മേഘം പകൽ സമയം അവർക്ക് മീതെ ഉണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഉണരുക. അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും